ഈ പ്രാവശ്യം അൻവർ ജയിക്കണം. ബേപ്പൂരിൻ്റെ വ്യവസ്ഥ മാറ്റിയെടുക്കാൻ അൻവർ ഭൂരിപക്ഷത്തോട് കൂടിക്കണം. റിയാസ് പരാജയപ്പെടണം. 90,000 വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടുന്നുള്ള പ്രതീക്ഷ. കഴിഞ്ഞ ആളെ 3.5 വോട്ടുണ്ട്. പ്രചരിപ്പിക്കുന്ന ഒരു മരുമോനിസുണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയ ലെവലിൽ വളർന്നു വന്നത്, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന വ്യക്തിയാണ്. ഈ മരുമോയും അത്രയും ബന്ധങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം കൂടുള്ളൂ. ജയിക്കുമെന്ന് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ അൻവർക്ക് ജയിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം. പക്ഷേ ഇത് ഭരണം ഒന്ന് മാറി വരണം. നമ്മൾ ഓട്ടോ തൊഴിലാളികൾക്കൊന്നും ഈ ഭരണത്തോളം ഒരു കാര്യമില്ല. ഉള്ളിൽ നഷ്ടമില്ലാതെ ക്ഷേമനിധി കാര്യങ്ങളൊക്കെ ആയിട്ട് നഷ്ടമില്ലാതെ ഒരു കാര്യം വരില്ല. അപ്പോൾ ഭരണം എന്തായാലും മാറണം. പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ സർക്കാർ വിരുദ്ധ ഒരു വികാരമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ബേപ്പൂർ മണ്ഡലത്തെക്കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാടിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ബേപ്പൂർ ലേശം ഫൈറ്റ് നല്ല സ്ട്രോങ് ഫൈറ്റ് തന്നെ ആവും. ഇത് നല്ല കടുത്ത മത്സരം തന്നെ ആവും. കാലുമാറ്റക്കാരൻ പരാജയപ്പെടും. മുഹമ്മദ് റിയാസ് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുക. ഓക്കെ, അപ്പോൾ മുമ്പുള്ളതിനേക്കാളും ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏകദേശം എത്ര വോട്ട് ഭൂരിപക്ഷങ്ങൾ കണക്കാക്കുന്നുണ്ട്? ഏകദേശം 90,000 കണക്കാക്കുന്നുണ്ട്. ഇവിടെ മന്ത്രി എന്ന നിലക്ക് കഴിഞ്ഞ ഭരണത്തിൽ എന്തൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വികസനം, എന്താ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വികസനം ഈ റോഡ് തന്നെ, ചാലിയം കടലുണ്ടി റോഡ്, മണ്ണൂർ റോഡ്, പിന്നെ ചാലിയം പുലിമുട്ട്, പല സംഗതികളുണ്ട്. ഈ നാട് തന്നെ മാറ്റിയ ബോർഡ് വെച്ചില്ലേ, നാട് മാറ്റിയ നാട്ടുകാരൻ, അത് യഥാർത്ഥത്തിൽ സത്യമാണ്. പൊതുവേ എല്ലാ ജനങ്ങൾ പറയുന്ന ഒരു സംസാര ഇതാണ്, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കണ വികാരം മാത്രമേ ഉള്ളൂ. പിന്നെ വി ഡി സതീശൻ്റെ നുണയും. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ മത്സരാർത്ഥികളെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ റിയാസ് തന്നെ വീണ്ടും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിവിടെ ഉള്ള ഒരുവിധ റോഡുകളൊക്കെ റെഡി ആയിന്. ഇപ്പോൾ പാലായാലും ശരി, എല്ലായിടത്തും ഇപ്പോൾ മറ്റുള്ള ആൾക്കാർ പറയുന്ന മാതിരി പെയിൻ്റ് അടിച്ച് ഇതാക്കിയെന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പണ്ടും ആ പാലം ഇവിടെ ഉണ്ടേനി, പെയിൻ്റ് അടിക്കുന്നവർക്ക് അന്നും അടിക്കേനി. ആരും അടിക്കാത്തത് കൊണ്ടാണല്ലോ അവിടെ ഇത് രണ്ടാമത് ചെയ്യേണ്ട അവസ്ഥ വന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ റിയാസ് തന്നെ വരണം എന്നാണ് എൻ്റെ ഇതിൽ. PV അൻവർ ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം. എന്താ താങ്കൾക്ക് പറയാനുള്ളത്? എനിക്കതിനെ പറ്റി പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ല. കാരണം ഞാനങ്ങനെ മുപ്പരെ പറ്റാണ്ട് അറിയില്ല. വലിയ ഇവിടെ പ്രവർത്തനം ഇല്ലാത്ത ആളായതുകൊണ്ട്. റിയാസ് ഇവിടെ ആദ്യം മുതലേ പ്രവർത്തിച്ച ആളാണ്. ഇവിടെ DYFIൻ്റെ ആദ്യം മുതലേ അവിടെ നിന്നീന വ്യക്തിയാണ്. അതിൻ്റെ ഒരു പരിചയം ഉണ്ടാവും, അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ? ഭൂരിപക്ഷം മിക്കവാറും ചിലപ്പോൾ ചെറുങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ സാധ്യത ഉണ്ടാവും. പക്ഷേ റിയാസ് എന്തായാലും ജയിക്കുമെന്നാണ് എൻ്റെ ഒരു ബലമായത്. കഴിഞ്ഞ പ്രാവശ്യത്തിലും കുറയും എന്നാണോ താങ്കൾ പറയുന്നത്? അത് അൻവറിൻ്റെ പ്രവർത്തനവും വരെ പബ്ലിസിറ്റിയും കണ്ടിട്ട് ചെറുതായിട്ട് എന്ത് മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും തോന്നുന്നു. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു ബിരിയാണി ആയാലും ശരി, നല്ല ടേസ്റ്റുള്ള ഫുഡായാലും 3 പ്രാവശ്യം അടുപ്പിച്ച് തിന്നുമ്പോൾ ആർക്കായാലും ഒരു ചടപ്പ് വരുമോ എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളിൽ മറ്റുള്ള ആൾക്കുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവും. അല്ലാത്ത ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ടൈറ്റ് ഫൈറ്റ് നടത്തുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും താങ്കൾക്ക് പറയാനുള്ളത്? അതായത് റിയാസ് വികസനം ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ വികസനമൊന്നും ഇവിടെ നടന്നില്ല. കുറേ പാർക്കും ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുക, അതായത് പാലത്തിന് പെയിൻ്റ് അടിക്കുക, അങ്ങനെ കുറേ തട്ടിപ്പുകൾ നടത്തി കഴിഞ്ഞ് ഇതാണെന്നുള്ളതുകൊണ്ട്. പക്ഷേ അൻവർ LDF എന്ന് പോകുന്നതിനുകൊണ്ട് അൻവർ ഒന്നുകൂടി ഒന്ന് ഫൈറ്റിങ് കൂടി. അപ്പം മിക്കവാറും ഭൂരിപക്ഷം റിയാസിന് കുറയും. അപ്പോൾ അൻവർ ജയിക്കണം എന്നാണ് ഇപ്പോൾ നമ്മളൊരു കാഴ്ചപ്പാട്. വെച്ചാൽ അൻവർ വന്നതോടുകൂടിയാണ് LDF ഒരു ഉയർച്ചയിലേക്ക് പിന്നെ പോസ്റ്റർ വെക്കലും അവിടെയും പടി എല്ലാ മൂലയിലും പോസ്റ്റർ വെക്കൽ, മറ്റേതുപോലെ കുത്തക എന്നുള്ള അതിലാകുമ്പോൾ ഒരു പതുക്കുള്ളൊരു പ്രവർത്തനം ഇപ്പം ഒന്ന് സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അൻവർ എന്തായാലും ഒന്ന് ജയിക്കണം, ഒരു മാറ്റം വേണം ബേപ്പൂർ.